ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പീഡകളെ പറ്റി ധ്യാനിക്കുന്ന ഒരു ദുഃഖവെള്ളിയാഴ്ച അടുത്തിരിക്കുകയാണ്. ഈ ദുഃഖവെള്ളിയാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ദുഃഖവെള്ളിയാഴ്ചത്തെ അല്ലെങ്കിൽ ഈശോയുടെ പീഡാനുഭവ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ വല്ലാതെ അസൂയ തോന്നുന്ന ഒരു കഥാപാത്രം തീർച്ചയായിട്ടും നല്ല കള്ളനാണ്. അവസാനത്തെ ഒരു മിനിറ്റ് ഗോളടിച്ചു എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഒരു കഥാപാത്രമല്ലേ. അവസാനത്തെ ഒരു ഡയലോഗിൽ സ്വർഗം സ്വന്തമാക്കി നമുക്ക് ഉറപ്പുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ പറ്റിയിട്ടൊരു കൊച്ചു കഥ കേട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം ഇങ്ങനെ സ്വർഗത്തിലിങ്ങനെ നടക്കുകയാണ്. അദ്ദേഹത്തിന് അത്ഭുതമാണ്, ഞാനെന്താ ഇവിടെ. ചുറ്റുമുള്ള ആളുകൾക്കും അത് തന്നെയാണ് ഒരു ചോദ്യം, ഇയാളെന്താ ഇവിടെ. ഒരു മാലാഖ ഇങ്ങനെ വന്ന് ചോദിക്കും, താനെന്താ ഇവിടെ. അപ്പോൾ അദ്ദേഹം പറയും അറിയില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നമുക്ക് മാനേജർ മാലാഖയുടെ അടുത്ത് പോവാം. മാനേജർ മാലാഖയുടെ അടുത്ത് ചെന്നിട്ട് മാനേജർ മാലാഖ ചോദിച്ചു, ഒരു കാര്യം ചെയ്യും, ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തുടരാം. ബൈബിൾ വായിച്ചിട്ടുണ്ട്. ബൈബിളിനെ പറ്റിയിട്ട് കേട്ടിട്ട് കൂടിയില്ല. അത് പോട്ടെ, ആ ചോദ്യം പോട്ടെ. സഭയെ പറ്റിയിട്ട് അറിയോ? സഭയെ പറ്റിയിട്ട് ഒന്നും അറിയില്ല. പോട്ടെ, വിശ്വാസപ്രമാണമെങ്കിലും അറിയോ? വിശ്വാസപ്രമാണം പോലും അറിയില്ല. മാലാഖയ്ക്ക് ആകെ ദേഷ്യമായി. മാലാഖ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പോയി, പിന്നെ തന്നെ ആരാ അങ്ങോട്ട് കയറ്റിയേ? അപ്പോൾ ഈ നല്ല കള്ളം പറയാ, ആ നടുക്കിലെ കുരിശിൽ കിടന്ന മനുഷ്യൻ എന്നോട് പറഞ്ഞു പോരേന്ന്. പ്രിയമുള്ളവരെ, ദുഃഖവെള്ളിയാഴ്ച നമ്മളോട് ഓർപ്പിക്കുന്ന ആ ഇറ്റൊരു കാര്യമുള്ളൂ. ആ നടുക്കിലെ കുരിശിലെ മനുഷ്യൻ നമ്മളോട് പറഞ്ഞു കൂടെ പോരേന്ന്. നമ്മുടെ യോഗ്യതകളോ നമ്മളുടെ അറിവോ നമ്മുടെ പഠനമോ ഒന്നല്ല. അവൻ്റെ യോഗ്യതകൾ മാത്രമാണ് നമ്മുടെ രക്ഷയുടെ പിന്നിലെ ആധാരം. 3-ാം സങ്കീർത്തനത്തെ പറ്റിയിട്ട് നിങ്ങൾ ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാവും. 3-ാം സങ്കീർത്തനം അത് അപകടത്തിന് ആശ്രയം എന്നൊക്കെ ഒരു തലക്കെട്ടിൽ ദാവീദ് രചിച്ചു എന്ന് കരുതപ്പെടുന്ന ഒരു സങ്കീർത്തനമാണ്. അത് ദാവീദ് എപ്പോഴാണ് എഴുതണേന്നറിയോ? അബ്സലോം ദാവീദിനെ വധിക്കാനായിട്ട് ഓടിച്ചിടുന്നൊരു സമയത്ത് ദാവീദ് എഴുതുന്നതാണ്. ആരാണ് ഈ അബ്സലോം? ദാവീദിൻ്റെ 3-ാമത്തെ മകനാണ് അബ്സലോം. സ്വന്തം മകൻ അനുചരന്മാരായിട്ട് വന്നിട്ട് അപ്പനെ ഇങ്ങനെ കൊല്ലാനായിട്ട് ഇങ്ങനെ ഓടിച്ചിടുന്ന ഒരു സാഹചര്യത്തിൽ ദാവീദ് എഴുതിയാണ്. അതിൽ മനോഹരമായൊരു വരി ഇങ്ങനെയാണ്: ഞാൻ ശാന്തമായിട്ട് കിടന്നുറങ്ങും, ഞാൻ ഉണർന്നെഴുന്നേൽക്കും, കാരണം ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ദാവീദ് ഇത് എപ്പോഴാണ് എഴുതണേ? അതായത് തൻ്റെ മകൻ തന്നെ വധിക്കാനായിട്ട് ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ. പ്രിയമുള്ളവരെ, ഈ കുരിശിൽ വിരിച്ച് വെക്കുന്ന കരങ്ങൾ നമ്മളോട് പറയുന്ന ഒറ്റൊരു കാര്യമുള്ളൂ: ഇനി മുതൽ നിങ്ങൾ എൻ്റെ കരങ്ങളിലാണ്. നമ്മളൊരു പക്ഷേ ലോകത്തെ പേടിച്ചിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. നമ്മുടെ ഒരു തകർന്ന ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെ ഈ ഒറ്റപ്പെട്ട ഒരു സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ ഒറ്റപ്പെടുത്തിയ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ എന്തെന്നില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ കുരിശിലോട്ട് നോക്കും. ഒറ്റ കാര്യമാവും നമ്മളോട് പറയാനുള്ളൂ: നിങ്ങളിനി ഒറ്റയ്ക്കല്ല, എൻ്റെ കരങ്ങളിലാണെന്നുള്ളത്. ദുഃഖവെള്ളിയാഴ്ച നമ്മൾ ഈശോയുടെ പീഡാനുഭവത്തെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ അവൻ്റെ സ്നേഹമാണ് നമ്മുടെ ഉള്ളിൽ ആലോചനയിൽ ആദ്യം വരേണ്ടത്. നമ്മൾ അവൻ്റെ കരങ്ങളിൽ സുരക്ഷിതരാണ്. ആ വിരിച്ചു നിൽക്കുന്ന കരങ്ങളുടെ പിറകിൽ അവൻ്റെ ഹൃദയമാണ്. ഉള്ളിൽ നിറഞ്ഞിങ്ങനെ തിങ്ങി നിൽക്കുന്ന ആ ഒരു സ്നേഹം കൊണ്ട് നമ്മളെ ചെയ്യുന്നുണ്ട്. ഇനി മുതൽ നമ്മൾ ഒറ്റയ്ക്കല്ല, അവൻ നമ്മുടെ കൂടെയുണ്ടെന്നുള്ളതാണ്. ഈ ഒരു ചിന്ത നമ്മളെ ധൈര്യപ്പെടുത്തട്ടെ. ജീവിതത്തെ കുറച്ചും കൂടിയൊക്കെ സ്നേഹത്തോടെ പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് അവൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.